ഡിയർ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വേൾഡ് കപ്പ് ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഈ കളികൾ നമ്മുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. നമ്മൾ എല്ലാവരും തന്നെ ഒരു ഗെയിമിൽ അല്ലെങ്കിൽ മറ്റൊരു ഗെയിമിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ചിലർക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ്, ചിലർക്ക് ഹോക്കി ഇഷ്ടമാണ്, ചിലർക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്. അപ്പോൾ ഫുട്ബോൾ ഇഷ്ടമായിട്ടുള്ള ആളുകൾ ആണ് ഇപ്പോൾ ഫുട്ബോളിൽ ത്രിൽഡായിട്ട് ഇരിക്കുന്നത്. ഇപ്പോൾ എന്താണ്, വേൾഡ് കപ്പ് കഴിഞ്ഞു, അപ്പോൾ നമ്മളെല്ലാവരും അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ്. അപ്പോൾ എന്താണ് ഫുട്ബോൾ എന്നതിനേക്കാൾ ഉപരി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്താണ് ഗെയിംസ് എന്നുള്ളതാണ്. നമ്മളിവിടെ ചിന്തിക്കാൻ പോകുന്നത് എന്ത് ഇൻഫ്ലുവൻസ് ആണ് ഗെയിംസിന് മനുഷ്യന്റെ ജീവിതത്തിലുള്ളത്. ഓക്കെ, നിങ്ങൾ ഡിഫറെൻ്റ് ആൻസേഴ്സ് തരുമായിരിക്കാം. മാനസിക ഉന്മേഷത്തിന് വേണ്ടി കളിക്കുന്നു, ടീം സ്പിരിറ്റിന് വേണ്ടി കളിക്കുന്നു, കോമ്പറ്റീഷന് വേണ്ടി കളിക്കുന്നു, ഉത്സാഹത്തിന് വേണ്ടി കളിക്കുന്നു, എക്സസൈസിന് വേണ്ടി കളിക്കുന്നു എന്നൊക്കെ അങ്ങനെ പല ആൻസേഴ്സ് നിങ്ങൾ തരുമായിരിക്കാം. ഓക്കെ, ബിഫോർ ടൈംസ്, അതായത് പഴയ കാലം മുതലേ തന്നെ, അതായത് ഗ്രീസിലുള്ള ആളുകളുടെ ഇടയിൽ നിന്നാണ് പല ഗെയിമുകളും ഇന്ന് കാണുന്ന രീതിയിൽ ഉരുത്തിരിഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ഫുട്ബോൾ ആണെങ്കിൽ പോലും അത് ഗ്രീക്കുകാരുടെ പണ്ടത്തെ ഒരു ഗെയിമായിരുന്നു. അവരത് ഹാൻഡ്ബോൾ ആയിട്ടാണ് കളിച്ചിരുന്നത്. അത് അറിയപ്പെട്ടിരുന്നത് എപ്പിസ് കൈറോസ് എന്നായിരുന്നു. ഈ എപ്പിസ് കൈറോസ് എന്നുള്ള ഗെയിം അവർ കണ്ടുപിടിക്കുകയും അത് സ്പാർട്ടിയൻസിൻ്റെ ഇടയിലാണ് അവർ മെയിനായിട്ട് കളിച്ചുകൊണ്ടിരുന്നത്. 5 ടീമുകളായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ടീമിൽ ചിലപ്പോൾ 15 പേരൊക്കെ ഉണ്ടാകുമായിരുന്നു. ഇന്നിപ്പോൾ 11 പേരാണുള്ളത്. അതിൻ്റെ ആൻഷ്യൻ്റ് ഫോം ആയിരുന്നു അത്. 15 പേരൊക്കെ ഉള്ള ടീമായിട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെ. അപ്പോൾ അവർ ഈ ഗെയിം കണ്ടുപിടിച്ചത് പലപ്പോഴും, അതായത് തദ്ദേശീയമായ ചില കോൺഫ്ലിക്റ്റുകൾ അവരുടെ ഇടയിൽ നടക്കുമായിരുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം, നമുക്കറിയാം. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ തോൽപ്പിച്ചാലാണ് ആ രാജ്യത്തെ ഈ രാജ്യത്തോട് ചേർക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുപോലെ അവർ തമ്മിൽ എന്തെങ്കിലും ചർച്ചാ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ അത് തീർക്കുന്നത് ഗെയിംസിലൂടെയായിരുന്നു. മുന്നേ അവർ കണ്ടെത്തിയിരുന്നത് അഗ്രസീവായിട്ടുള്ള ഒരു മാർഗമായിരുന്നു. പരസ്പരം ഇടി കൂടുന്നതിലൂടെയായിരുന്നു അവരത് തീർത്തുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് അവർ ഗെയിംസിലേക്ക് വരികയും ഈ ഗെയിംസ് പിന്നീട് അവർക്ക് മാനസിക ഉന്മേഷവും ഒരു സൈക്കോളജിക്കൽ പ്ലഷറും ഒക്കെ കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ മാനസിക ഉല്ലാസം നേടാനല്ലേ എല്ലാവരും ആഗ്രഹിക്കുക. അപ്പോൾ ഗെയിംസ് എന്നും ഇന്നും അന്നും ഇന്നും മനുഷ്യന് മാനസിക ഉല്ലാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളൊരു ഗെയിംസിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ എല്ലാം തന്നെ മറക്കാണ്. നമുക്ക് ചുറ്റുമുള്ള എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം മറന്ന് കംപ്ലീറ്റ്ലി നമ്മൾ ആ ഗെയിമിൽ ഇൻവോൾവ് ചെയ്യുകയാണ്. അങ്ങനെ ഇൻവോൾവ് ചെയ്യുന്നത് വഴി നമുക്ക് ആ ഗെയിമിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, ഗെയിംസിനോട് ആരാധന തോന്നുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് മാനസിക സന്തോഷവും ഉല്ലാസവും ഉന്മേഷവും ഉണർവും കിട്ടുന്നു. We forget all our psychological worries and come to peace of mind and relaxation. So let us also understand the games as a means of relaxation and as a means of killing conflicts. Thank you, dear friends.